എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറി ശുപാർശ അംഗീകരിച്ച് പോളിറ്റ് ബ്യൂറോ. ബേബി EMSന് ശേഷം ജനറൽ സെക്രട്ടറി ആകുന്ന മലയാളി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇനി എം.എ. ബേബി നയിക്കും? തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും. ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലാണ് പോളിറ്റ് ബ്യൂറോയുടെ കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട് എം.എ. ബേബിയുടെ പേര് മുന്നോട്ട് വെക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒന്ന് രണ്ട് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ചില വിയോജിപ്പുണ്ടായിരുന്നെങ്കിൽ പോലും വലിയ തരത്തിലെ എതിർപ്പ് എം.എ. ബേബിയുടെ പേരിന് നേരെ ഉണ്ടായില്ല. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളുടെ ചുമതലയിലും ആണ് എം.എ. ബേബി ഉള്ളത്. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ എതിർപ്പ് അദ്ദേഹത്തിനെതിരെ കൂടുതലായി ഉണ്ടായില്ല. ആ പേര് പോളിറ്റ് ബ്യൂറോ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ പേര് തന്നെ നിർദ്ദേശിക്കാൻ അവസാന ഘട്ടത്തിൽ തീരുമാനമെടുത്തു. അങ്ങനെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് ആ പേര് നിർദ്ദേശിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രകാശ് കാരാട്ട്, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് തന്നെയാണ് എം.എ. ബേബിയുടെ പേര് കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചെന്ന വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിൽ ഇനി നടപടിക്രമങ്ങൾ ഏതാനും കേന്ദ്ര കമ്മിറ്റിയുടെ നടപടിക്രമങ്ങൾ മാത്രമാണ് ഉള്ളത്. സാധാരണഗതിയിൽ പോളിറ്റ് ബ്യൂറോ നിർദ്ദേശിക്കുന്ന ഒരു പേര് കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുന്ന പതിവാണ് CPIM-ലുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടും. മറ്റു എതിർപ്പുകളില്ല എങ്കിൽ അദ്ദേഹം തന്നെ ജനറൽ സെക്രട്ടറി വരും എന്നുള്ളതായിരുന്നു നേരത്തെയുള്ള തീരുമാനം. അത്തരത്തിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആവാനുള്ള എല്ലാ സാധ്യതകളുമായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം അദ്ദേഹം തന്നെയാണ് ജനറൽ സെക്രട്ടറി വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതേസമയം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഇന്നലെ മുതൽ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹത്തിന്റെ പേര് കേന്ദ്ര കമ്മിറ്റിക്ക് നിർദ്ദേശിക്കണം എന്നൊരു തീരുമാനം ഇവിടെ സംസ്ഥാനത്ത് നിന്നുണ്ടായി. കാരണം DYFIയുടെ അഖിലേന്ത്യാ നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പേര് എടുത്തത്. എന്നാൽ അദ്ദേഹത്തെക്കാൾ മുതിർന്ന നേതാക്കന്മാരുടെ പേരുകൾ പലതുണ്ടായിരുന്നെങ്കിലും അത് തൽക്കാലം പരിഗണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രത്യേകിച്ചും KK രാഗേഷ് ഉണ്ടായിരുന്നു. അത് മാത്രവുമല്ല, പുത്തലത്ത് ദിനേശ് ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ നേതാക്കന്മാരുടെ പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനൊന്നും പരിഗണന നൽകാതെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് കൂടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും 1982 മുതൽ തന്നെ സജീവ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്ന എം.എ. ബേബി അദ്ദേഹം KSFന്റെ പ്രവർത്തകനായി വന്നു. പിന്നീട് SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ വരെ ആവുകയും DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാവുകയും ചെയ്ത നേതാവാണ് എം.എ. ബേബി. അദ്ദേഹം കൊല്ലം ജില്ലയിലെ കുണ്ട്ര സ്വദേശിയാണ്. അദ്ദേഹം അങ്ങനെ പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. 2006 അദ്ദേഹം വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു. വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കലാമണ്ഡലത്തെ കൽപ്പന സർവകലാശാല ആക്കി മാറ്റിയതിന്റെ പിന്നിലും എം.എ. ബേബി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അത്തരത്തിൽ സാംസ്കാരിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും കൃത്യമായി ഒരുമിച്ച് കോർത്തു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാഠ്യപദ്ധതിയിലുണ്ടായ മാറ്റം വരുത്താൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തമ്മിലുള്ള ചില മാറ്റങ്ങൾ അത് നടപ്പിലാക്കേണ്ട രീതിയിൽ കൃത്യമായി അത് കൊണ്ടുവന്നു. സ്കൂളുകൾക്ക് വേറൊരു മുഖം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്തരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം മന്ത്രിയായ സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി മാറപ്പെട്ട് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുന്നിൽ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്. അത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഇന്നലെയൊക്കെ തന്ന സംഘടനാ ചർച്ചയിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയർന്നു വന്നത് പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ ശോഷിച്ചു പോകുന്നു, അംഗങ്ങൾ കൂടുതലായി കൊഴിഞ്ഞു പോകുന്നു എന്ന തരത്തിലൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ജനകീയ സമരങ്ങൾ, ഭൂസമരങ്ങൾ ഇവയൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന കാര്യത്തിൽ പാർട്ടി വലിയ തരത്തിൽ പരാജയപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പരാമർശങ്ങളും ഒപ്പം തന്നെ വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉപരിയായി മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത് ചില സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ്. അത്തരത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 വരുന്നു. തൊട്ടു മുമ്പ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയങ്ങളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള പാർട്ടി കേരളത്തിലാണ്. അത്തരത്തിലുള്ള കേരളത്തിൽ പോലും പാർട്ടിയിൽ നിന്നും പോകുന്നവർ അല്ലെങ്കിൽ പാർട്ടി വിട്ടു പോകുന്നവരുടെ എണ്ണം 122% മുതൽ 26% വരെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ഒരു സമാന്തര ബദൽ എന്ന സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എം.എ. ബേബി എന്ന് പറയുന്ന നേതാവിന്റെ കഴിവ് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി വരിക. കാരണം BJPക്കെതിരെ ശക്തമായ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ടത് പാർട്ടിക്ക് അനിവാര്യമാണ്. എന്നാൽ മാത്രമേ പാർട്ടി ദേശീയ തലത്തിൽ വളരുകയുള്ളൂ.
പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും പശ്ചിമ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഭരണം നഷ്ടപ്പെട്ടതിന് ശേഷം പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ അതുപോലെ മണിക് സർക്കാരിന്റെ ത്രിപുരയിൽ ഇവിടെയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ പാർട്ടിക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് നയപരമായ തീരുമാനങ്ങൾ കൊണ്ടുവരേണ്ടതുമൊക്കെ ഉള്ള ചുമതല ഇനി പാർട്ടി ജനറൽ സെക്രട്ടറിക്കാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തം MA ബേബിക്ക് മുന്നിലുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ബിനോയ്, തീർച്ചയായും പാർട്ടി ഇനി രാജ്യവ്യാപകമാക്കുക എന്നൊരു വലിയ ദൗത്യം തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ വനിതാ അംഗങ്ങളുടെ രംഗപ്രവേശനം എങ്ങനെയായിരിക്കും? തീർച്ചയായും, അതായത് കൊൽക്കത്ത പീനം കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിയിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ പാർട്ടിക്കുണ്ടായ ചില നഷ്ടങ്ങൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു തെറ്റുതിരുത്തൽ നടപടി പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് അന്ന് കൊൽക്കത്ത പീനത്തിൽ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 25% സംഭരണം വനിതകൾക്ക് നൽകണം എന്ന് പറഞ്ഞത്. എന്നാൽ അത് പല സംസ്ഥാനങ്ങളും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല എങ്ങും നടപ്പിലാക്കിയിട്ടുമില്ല. കേരളത്തിൽ തന്നെ അത്തരത്തിൽ 25% സംവരണം പാർട്ടി നേതൃനിരയിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ നിഷ്കർഷിക്കുന്ന തരത്തിലുള്ള സംവരണത്തിന് അപ്പുറത്തേക്ക് പാർട്ടിക്ക് ചിന്തിക്കാനോ അത് പ്രാവർത്തികമാക്കാനോ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ വിഷയം തന്നെയാണ്. അത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്യുന്നു. വനിതകൾക്ക് പ്രാപ്തമായ തരത്തിലുള്ള ഒരു സംവരണം ഏർപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് തീരുമാനമായി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ തരത്തിൽ പാർട്ടി സംഘടനാ ചർച്ചയിലും രാഷ്ട്രീയ അവലോകന യോഗത്തിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനൊരു മാറ്റം വരുത്താൻ MA ബേബിക്ക് കഴിയും എന്നുള്ള പ്രതീക്ഷയും പോളിറ്റ് ബ്യൂറോയ്ക്കുണ്ട്. കാരണം നേതൃനിരയിലേക്ക് കൂടുതൽ ആളുകളെ വനിതകളെ എത്തിച്ചുകൊണ്ട് പാർട്ടിക്ക് ഒരു പുതുജീവൻ നൽകാനുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തുമെന്ന പ്രതീക്ഷ പോളിറ്റ് ബ്യൂറോയ്ക്കുമുണ്ട്. ശരി, ബിനോയാണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്.